ഗുരുധർമ്മ സത്യയാത്രയുടെ രണ്ടാം ദിവസമായ ഇന്ന് അരുവിപ്പുറത്തിന് അടുത്തുള്ള കൊടുതൂക്കി മലയിലാണ് എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, അരുവിപ്പുറത്ത് ഗുരു താമസിച്ചിരുന്ന സമയത്ത് 41 ദിവസം വ്രതമെടുത്ത് ഈ കൊടുതൂക്കി മല കയറിയാണ് ദർശന ഭാഗം തെളിഞ്ഞു കിട്ടാനായി ഗുരു സങ്കല്പം ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് കൊടുതൂക്കി മലയും അതിന്റെ പരിസരങ്ങളും നമുക്ക് കാണാം. കുമാരഗിരി എന്നറിയപ്പെടുന്ന ഈ കൊടുതൂക്കുമലയുടെ മുകളിലുള്ള ഈ പാറമുകളിൽ, ഇപ്പോൾ വിഷ്വലിൽ കാണുന്ന ഈ പാറമുകളിൽ ധ്യാന നിമഗ്നനായിരുന്ന ശ്രീനാരായണ ഗുരുവിന് ഒരു ആത്മീയ അനുഭൂതി ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ പീഠത്തിൽ ധ്യാന നിമഗ്നനായിരുന്ന ശ്രീനാരായണ ഗുരുവിന് ബാലസുബ്രഹ്മണ്യൻ ദർശനത്തിൽ വന്നുവെന്നും സുബ്രഹ്മണ്യനുമായി സംസാരത്തിലേർപ്പെട്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഗുരുവിന്റെ ജീവിതത്തിലും വളരെ സുപ്രധാനമായ ഒരു സ്ഥലമാണ് ഈ കൊടുതൂക്കിമല. ഈ കൊടുതൂക്കുമലയുടെ മുകളിലിരുന്ന് ധ്യാനം ചെയ്തപ്പോഴാണ് നമ്മുടെ ഗുരുവിനും ദർശനാനുഭവം ഉണ്ടായത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചിരുന്ന ഗുഹയാണ്. ഈ കൊടുതൂക്കുമലയുടെ പടിഞ്ഞാറേ വശത്ത് താഴോട്ട് കുറച്ചിറങ്ങി ഇടത്തോട്ട് തിരിഞ്ഞ് ചെല്ലുന്നിടത്ത് ഒരു പാറക്കെട്ടിനകത്തുള്ള ഗുഹയിലാണ് ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ചിരുന്നത്. നമ്മുടെ ഗുരു അരുവിപ്പുറം ആശ്രമത്തിൽ കാര്യദർശിയായിരുന്ന കാലത്ത് ഇനി മുതൽ നിഷ്ഠ എന്ന നിലയിൽ 41 ദിവസം കൊടുതൂക്കിമല കയറണം. കൊടുതൂക്കിമലയിലുള്ള ഗുഹയിലാണ് ശ്രീനാരായണ ഗുരുവും കുറെ കാലം ധ്യാനം ചെയ്തിരുന്നത്. ആ സ്ഥലത്ത് ചെന്നിരുന്ന് ദിവസവും ധ്യാനിക്കണം. എത്ര ജോലിത്തിരക്കുണ്ടെങ്കിലും അതിനിടയിൽ അല്പനേരം ധ്യാനം ശീലിക്കാൻ സമയം കണ്ടെത്തണം. കൃത്യമായി ധ്യാനിക്കണം. അടുത്തു തന്നെയാണ് കൊടുതൂക്കിമല. എന്നും ആശ്രമത്തിലെ പൂജ കഴിഞ്ഞ് ആ മല കയറി ചെല്ലും. മുടങ്ങാതെ രാവിലെയും വൈകിട്ടും 2 നേരം ധ്യാനം ശീലിച്ചു തുടങ്ങി. മല കയറി ഇറങ്ങാൻ തന്നെ ഏറെ സമയമെടുക്കും. അങ്ങനെ ജോലിത്തിരക്കിനിടയിലും സമയം കണ്ടെത്തി ധ്യാനം തുടർന്നു. 40-ാം ദിവസമായി. അന്നും വൈകുന്നേരം മല കയറി ചെന്നു. അപ്പോൾ മലമുകളിൽ അന്തരീക്ഷത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ദിവ്യമായ ഒരു സന്യാസിയുടെ പൂർവകായ രൂപം. ആ രൂപം കണ്ട് ശരീരം കിടുകിടാ വിറച്ചു. അർത്ഥബോധ അവസ്ഥയിലായി. ആകാശത്ത് മാംസക്കണ്ണുകൾക്ക് വിഷയീഭവിച്ച ഗുരുവിന്റെ ആദ്യ ദർശനം. അനുഗ്രഹിച്ചതിന് ശേഷം ആ പ്രഭാരൂപം അപ്രത്യക്ഷമായി. അല്പനേരം ഇരുന്ന് ധ്യാനിച്ചു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിന്റെ തുള്ളിക്കളിയായിരുന്നു. ആദ്യമായാണ് ഒരു ദർശന അനുഭവം. ആ ദർശനത്തിൽ രോമാഞ്ച കഞ്ചുക ഭൂഷിതനായി മലയിറങ്ങി. ആനന്ദത്തിൽ ആറാടുന്ന മനസ്സോടെ ആശ്രമത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും ഉള്ള ചിന്തകൾ, അതാരായിരിക്കും, അതാരാ ദർശനം തന്നത്? എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല.
മുൻപ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുള്ള യാതൊരു ഓർമ്മയുമില്ല. മാസങ്ങൾക്ക് ശേഷം ഒരു നാൾ ഗുരു നെയ്യാറ്റിൻകരയിൽ പോകാനിടയായി. അവിടെ ഒരു ചായക്കടയിൽ കയറി. ആ കടയുടെ ചുമരിൽ ഒരു ചിത്രം ചില്ലിട്ട് വച്ചിരിക്കുന്നു. അതാരുടെ ചിത്രമാണെന്ന് ചോദിച്ചു. ഋഷി ശ്രുതിസായി ബാബയുടെ എന്ന് ഉത്തരം കിട്ടി. അപ്പോഴാണ് ദർശനം തന്നത് ഋഷി ശ്രുതിസായി ബാബയായിരുന്നുവെന്ന് ഗുരുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഋഷി ശ്രുതിസായി ബാബ ആദ്യത്തെ ദർശനദാതാവായി. ആ ദർശനത്തിന് ശേഷം ആത്മീയ ജീവിതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട തിരശീലകൾ മാറാൻ തുടങ്ങി. സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള നേരിന്റെ വാതായനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഗുരുവിന്റെ മുന്നിൽ തുറക്കാൻ തുടങ്ങി. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. കുടുതുക്കുമല വളരെ ഉയരമുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജലലഭ്യതയും വളരെ കുറവായിരുന്നു. ഈ കൊടിതൂക്കുമലയുടെ മുകളിൽ ഈ പാറകളുടെ ഇടയിൽ ഒരു ഓലി ഉണ്ടായിരുന്നു. ഈ ഓലിയിൽ നിന്ന് വെള്ളമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലം മുതൽക്കേ ഇവിടെ ഉപയോഗിച്ചു പോരുന്നത്. ഈ ഓലിയും അതിന്റെ പരിസരവുമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരുധർമ്മ സത്യയാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നാണ്. ഇന്ന് അതിന്റെ 2ാം ദിവസമാണ്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയോടുകൂടി യാത്ര ആരംഭിച്ചത് അരുവിപ്പുറത്ത് നിന്നും നമ്മൾ കൊടിതൂക്ക് മലയിലെത്തിയിരിക്കുകയാണ്. അരുവിപ്പുറവും മറ്റ് പരിസരങ്ങളും നമുക്ക് അവിടുന്ന് കാണാം. ഇത് കൊടിതൂക്ക് മലയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പരിസരങ്ങളും ഇവിടെ ഗുരു വന്നത് ഭാഗങ്ങളും എല്ലാം നമുക്ക് കാണാം. ഇവിടെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ യാത്രയിൽ സുപ്രധാനമായ ഒരു സ്ഥലമാണ്. നമുക്കിവിടെയും ഈ പരിസരങ്ങളും അറിയാം. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയും സങ്കല്പവും ചെയ്ത ശേഷമാണ് യാത്ര അടുത്ത സ്ഥലത്തേക്ക് തുടരുന്നത്. സദ്ഗുരീശ്വർ. ഇത് ഈ അടുത്ത കാലത്ത് കൊടിതൂക്കുമലയുടെ മുകളിൽ നിർമ്മിച്ച
ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം നഗരവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും അറബിക്കടലുമെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയും. നീർത്തുള്ളികൾ നീളെ ചേർത്തൊരു മണിമാലം കോർത്തു ഗുരുചരണങ്ങളിൽ അർപ്പിക്കുന്നു ഗുരുചരണം. ഇവിടെ നിന്നാൽ വിഴിഞ്ഞം പോർട്ടും കുന്നുംപുറം ക്ഷേത്രവും കോവളം ബീച്ചും അങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടും ഒക്കെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഈ വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. തിരുവനന്തപുരം സിറ്റിയിലുള്ള വളരെയധികം പ്രദേശം ഈ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗുരുചരണം ശരണം. ഞങ്ങൾ ഇപ്പോൾ മലയിറങ്ങുന്ന ഈ വഴിയിലൂടെയാണ് ഗുരു മല കയറിയിരുന്നത്. അക്കാലത്ത് വളരെ വേഗം ഓടിയാണത്രേ ഗുരു മല കയറിയിരുന്നത്. നമ്മുടെ ഗുരു അരുവിപ്പുറം ആശ്രമത്തിൽ പൂജ ചെയ്തിരുന്ന കാലത്ത് തൊട്ടടുത്തുള്ള കൊടുതൂക്കുമലയിലേക്കുള്ള ചെങ്കുത്തായ കയറ്റം ഓടിക്കയറുക പതിവുണ്ടായിരുന്നു. ഈ കൊടുതൂക്കുമലയ്ക്ക് കുമാരഗിരി എന്നൊരു പേര് കൂടിയുണ്ട്. നാരായണ ഗുരുവിന് ജ്ഞാനമുണർന്ന് അനുഭൂതിയുണ്ടായ പുണ്യഭൂമി ആയതുകൊണ്ടാവാം നമ്മുടെ ഗുരുവും ആത്മീയ അനുഭവം തെളിഞ്ഞു കിട്ടാൻ 41 ദിവസം നീണ്ട ഒരു വ്രതമെടുത്ത് ഈ കൊടുതൂക്കുമല കയറി സങ്കല്പം ചെയ്തു അത്രേ. അങ്ങനെ ഗുരുവിന് ഒരു ദർശനമുണ്ടായി. അന്ന് ആ ദർശനത്തിൽ വന്നത് സിദ്ധിസായി ബാബയായിരുന്നു. ആ ദർശനം കിട്ടിയ സമയത്ത് ദർശനത്തിൽ കണ്ടത് ആരാണെന്ന് ഗുരുവിന് അറിവില്ലായിരുന്നു. പിന്നെ യാത്രാമധ്യേ ഒരു ചായക്കടയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്ന കണ്ടപ്പോൾ ഇതാരാന്ന് ചോദിച്ചപ്പോഴാണ് സത്യ സായിബാബയാണെന്ന് ഗുരു തിരിച്ചറിയുന്നത്. അപ്പം നമുക്ക് ഗുരുവിൻ്റെ സഞ്ചാര വഴിയിലൂടെ മുന്നോട്ട് പോകാം. ഇത് ഗുരുധർമ്മ സത്യയാത്രയുടെ 2ാം ദിവസം. അന്ന് പാർക്കെട്ടുകൾ നിറഞ്ഞ ചെങ്കുത്തായ ഒരു ദുർഘട പാതയായിരുന്നു ഇത്. ഇന്ന് 450ഓളം പടിക്കെട്ടുകളും ഇടയ്ക്ക് വിശ്രമപ്പുരകളും നമുക്ക് ഈ വഴിയിൽ കാണാം. അങ്ങനെയുള്ള ഒരു വിശ്രമപ്പുരയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. മഷമെല്ലാം നിൻ കഴൽ കഴുകിയ തീർത്ഥത്താൽ കനിവായി പുണ്യം പുലരുക ജീവനിൽ നിൻ തിരുനാൾ. അന്ന് ഇപ്പോഴുള്ള പോലെ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. വഴിയായി വഴിയിൽ വിളക്കായി എൻ ഗുരുമൊഴികൾ വിളങ്ങുമ്പോൾ ഗുരുവാകും. ഇന്ന് 450ഓളം പടിക്കെട്ടുകളും ഇടയ്ക്ക് വിശ്രമപ്പുരകളും നമുക്ക് ഈ വഴിയിൽ കാണാം. വരുവിൻ സോദരരേ. വരും തലമുറ നമ്മുടെ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സുപ്രധാന സ്ഥലമാണ് കൊടുതൂക്കുമല അഥവാ കുമാരഗിരി. ഗുരുവിന്റെ ആത്മീയ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ കൊടുതൂക്കുമല. വരും തലമുറയിലെ ആത്മീയ അന്വേഷികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത്. ഗുരുചരണങ്ങളിൽ അർപ്പിക്കുന്നു ഗുരുചരണം ശരണം. ഗുരുചരണം ശരണം, ഗുരുചരണം